യേശുവിന്റെ കണ്ണുകളിലും ചന്തസ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നു. ഞാൻ അവരുടെ പക്കലേക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ അവർ ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ഓടി വന്നു, ഇത് പ്രവാചകനായ യേശുവാണ്. എന്റെ ശിഷ്യന്മാർ അവരോട് നിശബ്ദരായിരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് അവരെ ഒരിടത്ത് ഇരുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചു തുടങ്ങി. പലർക്കും ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ അത്ഭുതം കാണണം. എന്നാൽ എല്ലാ ദിവസവും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്വസിക്കുന്ന വായു ദൈവത്തിന്റെ അത്ഭുതമാണ്. പക്ഷേ എത്ര പേരുണ്ട് അതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കുന്നതായി? നിങ്ങൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷിക്കുന്ന ആഹാരവും ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ്. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ പരസ്പരം നോക്കുമ്പോൾ അത്ഭുതം എത്ര പേർ ഇത് കാണുന്നുണ്ട്? ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ കൂടുതൽ കാണുവാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ജീവിതത്തിലെ ഓരോ നിമിഷവും ഉപയോഗിക്കും. അപ്പോൾ എല്ലാറ്റിലും ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ സാധിക്കും. റബ്ബി വിളിച്ചത് ഒരു ചെറുപ്പക്കാരനാണ്. വായു എല്ലായ്പ്പോഴും ഇവിടെ വിടും. മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകും. മലമുകളിൽ നിന്ന് വെള്ളം വരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചിരിക്കും. ഇവയൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ അറിയാം. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്നും മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടി അവയെല്ലാം വിട്ടുകൊടുത്തു എന്നും അറിയാം. ജീവൻ ഉദരത്തിൽ ജനിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് അറിയാം. പക്ഷേ ആണും പെണ്ണും ചേരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണമായി ലഭിക്കുന്ന സസ്യലതാദികൾ ദൈവേഷ്ടത്താൽ ഉണ്ടാകുന്നതാണ് അറിയാം. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ കൃഷി ചെയ്യുമ്പോഴാണ് ഭക്ഷ്യവസ്തുക്കൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ദൈവമാണ് വെള്ളം തരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ബുദ്ധിപൂർവ്വം അത് ഉപയോഗിക്കുമ്പോൾ കുടിക്കുവാൻ ശുദ്ധജലവും കൃഷിക്കുള്ള ജലവും ഒക്കെയാണ്. ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെയും അറിയാം. അറിയുവാൻ പാടില്ലാത്തത് ഇതാണ്: എങ്ങനെയാണ് അങ്ങ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്? എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തിയത്? പറയും, അങ്ങെന്താണോ ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ഈ അറിവ് ഞങ്ങൾ വളർത്തിയെടുത്ത് പ്രയോജനത്തിലാക്കട്ടെ. ഞാൻ ദുഃഖത്തോടെ അവനെ നോക്കി. അവന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന സാർദ്ധതയിൽ അഹന്തയിൽ എനിക്ക് ദുഃഖം തോന്നി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അറിയാമെങ്കിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസിക്കുകയും ദൈവം കൽപ്പിച്ചത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തത്? ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷം കൊണ്ടും നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നിത്യമായും അവിടത്തേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുമായിരുന്നു. നിങ്ങൾ ദൂർത്തടിക്കുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുകയില്ലായിരുന്നു. മറിച്ച് നിങ്ങളത് നിങ്ങളുടെ സഹോദരി സഹോദരന്മാരുമായി പങ്കുവയ്ക്കുമായിരുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അതിന്റെ അധിപന്മാരാണ് പറയുന്നത്. ഗർവിഷ്ഠരായ തലമുറയാണ്. ദൈവത്തിന്റെ ദാനങ്ങൾ തങ്ങൾക്കുള്ളതാണ്. തങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുന്നത് സാധ്യതയുള്ള ഒരു തലമുറയാണ്. പാപം നിറഞ്ഞ ഒരു തലമുറയാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നവയെ നിരസിക്കുന്നത്. അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുന്നതൊക്കെ വെറും മനുഷ്യന്റെ പ്രതിഫലമാണെന്ന് ചിന്തിക്കുന്നത്. ആർത്തി പിടിച്ചൊരു തലമുറയാണ് തങ്ങൾക്കുള്ളതിനെ വിലയിടിച്ചു കാണുകയും കൂടുതൽ കൂടുതൽ ചോദിക്കുകയും ചെയ്യുന്നത്. തന്റെ സന്താനങ്ങൾ ഇപ്രകാരം വർദ്ധിക്കുമ്പോൾ ദൈവം ദുഃഖിക്കുന്നതിന് അത്ഭുതപ്പെടാനെത്തിരിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയും ദൈവത്തെ നിങ്ങൾ എത്രയധികം നിന്ദിച്ചു എന്നറിയുവാൻ ശ്രമിക്കണം. ഇപ്രകാരം ചെയ്തതിനു ശേഷം ദൈവത്തോട് പാപമോചനത്തിനായി സ്വന്തം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ദൈവമക്കളാകാനുള്ള ക്രമിക്കാൻ വിരാജിക്കണം. ദൈവത്തിന്റെ മഹാകാരുണ്യമാകുന്ന അത്ഭുതം നിങ്ങൾ അപ്പോൾ ദർശിക്കും. ആരുമൊന്നും മിണ്ടിയില്ല. ലജ്ജയായി ചെമന്ന് തൊടുത്ത ആ ചെറുപ്പക്കാരന്റെ നേരെയായി എല്ലാവരുടെയും നോട്ടം. ക്ഷമിക്കണം ഗുരു, ഞാൻ അങ്ങനെ നിന്ദിച്ചു. ഞാൻ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അങ്ങനെ പഠിപ്പിക്കുമായിരിക്കും. അവൻ പറഞ്ഞു, എന്റെ സ്നേഹിത, ഇന്നും നീ ഒരു വലിയ പാഠം പഠിച്ചിരിക്കുന്നു. എളിമയുടെ പാഠം. നിന്റെ ഹൃദയ പരമാർത്ഥത ഞാൻ കാണാം. എന്നാൽ എന്റെ വാക്കുകൾ നീ വിനയത്തോടെ സ്വീകരിച്ചു. എല്ലാവരും ഇതുപോലെയാണെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിന് മനുഷ്യ ഹൃദയങ്ങളിൽ വാഴുവാൻ സാധിക്കുകയുള്ളൂ. സൗഖ്യപ്പെടുത്തുവാനായി രോഗികളെ കൊണ്ട് ആളുകൾ മുന്നോട്ട് വന്നു. ഒരരികിൽ ഇരുന്നു കൊണ്ട് ആ ചെറുപ്പക്കാരൻ എല്ലാം ശ്രദ്ധിക്കുന്നൊന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം പിരിഞ്ഞപ്പോൾ
അവൻ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ അങ്ങയെ അനുഗമിക്കട്ടെയോ? ഞാൻ പ്രതിവചിച്ചു, എന്റെ മാർഗം സഞ്ചരിക്കുവാൻ പ്രയാസമുള്ളതാണ്, മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതിനാൽ പലരും പിന്മാറും. എന്തെന്നാൽ മുന്നേറുവാൻ ആവശ്യമായിരിക്കുന്ന ശക്തി അവർക്കില്ല എന്നത് തന്നെ. എനിക്ക് സാധിക്കും റബ്ബി. അവൻ മറുപടി പറഞ്ഞു, നിന്റെ കുടുംബത്തിലേക്ക് തിരികെ പോകുക. എന്തെന്നാൽ അവർക്ക് നിന്നെ ആവശ്യമുണ്ട്. നിന്റെ പിതാവ് വാർദ്ധക്യത്തിലെത്തിയവനും നിന്നെ ആശ്രയിക്കുന്നവനുമാണ്. ഞാൻ പറഞ്ഞു, റബ്ബി, പിന്നെ ഞാൻ എങ്ങനെ പഠിക്കുവാനാണ്? അവൻ ദുഃഖിതനായി. ഞാൻ അടുത്ത ചെന്ന് അവന്റെ തോളിൽ കൈവച്ചു. തിരുവെഴുത്തുകളിൽ നിന്ന് പഠിക്കുക. ദൈവവചനം നോക്കൂ, നിനക്ക് വേണ്ടതെല്ലാം അവിടെയുണ്ട്. നീ എപ്രകാരം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വചനം നിന്നെ പഠിപ്പിക്കും. എന്നിട്ട് ദൈവത്തിന് ഒരു കാഴ്ചയായി നിന്റെ ജീവിതം സമർപ്പിക്കണം. ഇപ്രകാരം ചെയ്യുമ്പോൾ നീ അന്വേഷിക്കുന്ന ജ്ഞാനം നിനക്ക് ലഭിക്കുകയും പിന്നീട് ഒരിക്കൽ വരാനിരിക്കുന്ന പുതുജീവിതത്തിൽ വെച്ച് ഞാൻ നിന്നെ വീണ്ടും കാണുകയും ചെയ്യും. കുറച്ചധികം നേരം ഞങ്ങൾ സംസാരിച്ചതിനു ശേഷം അവൻ വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ എനിക്ക് അല്പം ദുഃഖം തോന്നി. പലരെയും പോലെ തന്നെ ദൈവത്തെ അറിയാമെന്നും ദൈവത്തിന്റെ മനസ്സ് അറിയാമെന്നും കരുതുന്നവരിൽ ഒരുവനായിരുന്നു അവൻ. പക്ഷേ ഇപ്പോൾ അവൻ സത്യത്താൽ സ്പർശിക്കപ്പെടുകയും വളരെ കുറച്ചു പോലും തനിക്കറിയില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഗ്രാമം വിട്ട് കഫർനാം ലക്ഷ്യമാക്കി നീങ്ങി. പകൽ അവസാനിക്കാനായി. ഞങ്ങൾക്ക് പുറപ്പെടുവാനുള്ള സമയമായി. യൂദാസ് പറഞ്ഞു, ഗുരു, ഈ രാത്രിയിൽ കൂടി ഇവിടെ ഈ ഗ്രാമത്തിൽ തന്നെ നിൽക്കുന്നതല്ലേ ഉചിതം? ഇവിടുത്തെ താമസം സുഖകരമാണ്. അവൻ പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരും എന്നെ നോക്കി. എന്റെ സ്നേഹിതരെ, ഈ രാത്രി നമ്മൾ എവിടെ ഉറങ്ങിയാലും അവിടെ നമുക്ക് സൗകര്യപ്രദമായിരിക്കും. എന്നാൽ നമ്മൾ ഉറങ്ങുന്നത് എന്റെ പിതാവിന്റെ കരങ്ങളിലാണ്. ഞാൻ പറഞ്ഞു. എന്നിട്ട് അവരെ നയിച്ചുകൊണ്ട് ഗ്രാമത്തിൽ നിന്നും നടന്നു നീങ്ങി. നമുക്ക് പിതാവിന് ഒരു സ്തോത്രഗീതം ആലപിക്കാം. ദേവാരാധനയിൽ അവരെ നയിക്കുന്നതിന് വേണ്ടി അതിനായി അഭിലഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു. ദൈവമഹത്വത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ പാടുമ്പോൾ വാക്കുകൾ അവരുടെ അധരങ്ങളിൽ നൃത്തം വയ്ക്കുകയായി. ദൈവസ്തുതിയുടെ വചനങ്ങൾ ഒന്നിച്ചപ്പോൾ ദൈവസ്നേഹത്തിലേക്ക് അവരുടെ ഹൃദയങ്ങൾ തുറന്നു. ഗാനാലാപനം കഴിഞ്ഞപ്പോൾ ഇരുട്ടിയിരിക്കും. അങ്ങ് ദൂരെ ഒരൊറ്റപ്പെട്ട വെളിച്ചം കണ്ടു. ഗുരു, താമസിക്കുവാൻ ഒരിടം ലഭിക്കുമോ എന്ന് നമുക്ക് അവിടെ പോയി നോക്കാം. പത്രോസ് പറഞ്ഞു. ഞങ്ങൾ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു. അടുത്തപ്പോൾ ഒരു ചെറിയ വീടിനുള്ളിൽ ഏകനായിരുന്ന ഒരാളുടെ രൂപം കാണുമാറായി. അയാളുടെ കരങ്ങളിൽ വേദപുസ്തകമുണ്ട്. സങ്കീർത്തനം ആലപിക്കുകയാണ് അയാൾ. പത്രോസ് പറഞ്ഞു, ഇത് വിശുദ്ധനായ മനുഷ്യനാണ്, നമുക്ക് സഹായത്തിന് ചോദിക്കാം. പത്രോസെ, എന്റെ സ്നേഹിത, അയാൾക്കാണ് നമ്മുടെ സഹായം ആവശ്യമായിരുന്നത്. പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലായ പത്രോസിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് കണ്ടറിയാം. ഞങ്ങൾ കൂടുതൽ അടുത്തപ്പോൾ എന്റെ ശിഷ്യന്മാർ അയാളെ കാണുകയും അയാൾ ഒരു കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അത് കാരണത്താലാണ് അയാൾ ഗ്രാമത്തിൽ ഏകാന്തതയിൽ വസിക്കുന്നത്. ഗുരു, യൂദാസ് അലറുകയായി. നമ്മൾ വേഗം തന്നെ അയാളിൽ നിന്ന് അകന്നു പോകണം. പകരുന്ന രോഗമാണ്. യൂദാസ് രോഗിയായ ഒരാളെ കാണുമ്പോൾ അകന്നു പോവുകയല്ല, സഹായിക്കുകയാണ് വേണ്ടത്. നീ ഇതുവരെയും ഒന്നും പഠിച്ചില്ലേ? ഞാൻ ചോദിച്ചു. പക്ഷേ ഗുരു, തോമസ് ഇതരെ സ്വരത്തിൽ പറഞ്ഞു, നമ്മളും അയാളെ പോലെ ആകുവാൻ സാധ്യതയുണ്ട്. മറുപടിയായി ഞാൻ പറഞ്ഞു, തോമസും മറ്റെല്ലാവരും കേൾക്കുവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഞാനിവിടെ ആയിരിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുവാനും പാപികൾക്ക് മോചനം നൽകുവാനും ദൈവസ്നേഹം എല്ലാവരും എത്തിക്കാനുമാണെന്ന് നിങ്ങൾ ഇതുവരെയും അറിയുന്നില്ലേ? നിങ്ങൾ ഒത്തിരിയേറെ കണ്ടതല്ലേ? എന്നിട്ടും മനസ്സിലാകുന്നില്ലേ? ഞാൻ ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയും അങ്ങനെ അയാളുടെ ഭാരം അയാളിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യും. എന്നാലും നിങ്ങളുടെ ആത്മാവിന്റെ മേലുള്ള സ്വാർത്ഥതയുടെ ഭാരം ഇനിയും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് യാതൊരു ചിന്തയും കൂടാതെ നിങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്നാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത്. ദൈവസ്നേഹത്തെ പ്രതി നിങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നിങ്ങളെ കാത്തുകൊള്ളും. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ലേ? അവർ അനിശ്ചിത ഭാവത്തിൽ പരസ്പരം നോക്കുമ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് പറഞ്ഞു, നമുക്ക് പോയി നമ്മുടെ സഹോദരനെ സഹായിക്കാം. വരും. മറ്റുള്ളവർ സ്ഥലത്താഴ്ത്തി എന്തോ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഗുരു എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മൾ എന്തിനാണ് അത് ചെയ്യുകയും അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുകയും ചെയ്തത്? ഞാനും പത്രോസിനോടൊപ്പമുണ്ട്. ഞാനും യാക്കോബ് പറഞ്ഞു. താമസിയാതെ ഞങ്ങളെല്ലാവരും പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീടിന് നേരെ നടന്നു. ശിമിയോൻ വാതിലിൽ മുട്ടി. അപ്പോൾ വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശബ്ദം നിലച്ചു.
വാതിൽ തുറക്കുവാൻ ഒരു ശ്രമം നടക്കുന്നത് പോലെ വാതിൽ തുറന്നു. കുഷ്ഠരോഗത്താൽ വികൃതമാക്കപ്പെട്ട മുഖത്തോടു കൂടി ആ മനുഷ്യൻ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇതൊരു കുഷ്ഠരോഗിയുടെ വീടാണ് സുഹൃത്തുക്കളെ. ദൂരെ മാറിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത്. അയാളുടെ വികൃതമായ മുഖം കണ്ണു ഞെട്ടിപ്പോയ ശിവയോട് പെട്ടെന്ന് പിറകോട്ട് മാറി. എന്നാൽ വേഗം തന്നെ സമനില വീണ്ടെടുത്ത് ഉള്ളിൽ തട്ടിയ സ്നേഹത്തോടെ പറഞ്ഞു, താങ്കൾ ഒരു കുഷ്ഠരോഗിയാണെന്ന് ഞങ്ങൾക്കറിയാം. മാത്രമല്ല, താങ്കളെ സഹായിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഗുരു താങ്കളെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സ്വാഗതം. എന്നാൽ ഞാൻ നിങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ എന്റെ കഷ്ടത നിങ്ങൾക്കും ഉണ്ടാകാം. ഞാൻ കഷ്ടത അനുഭവിക്കുന്നുണ്ട്, അത് മതി. മറ്റാരും ഇതുപോലെ വേദനിക്കുവാൻ ഇടയാകരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പോകും. ഇനിയും താമസിക്കരുത്. എന്റെ സ്നേഹിതരെ വേഗം സ്ഥലമിടും. അയാൾ കെഞ്ചി. ഞാൻ വെളിച്ചത്തിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, നീ കാഴ്ചയിൽ എങ്ങനെയിരിക്കുന്നു എന്നത് പ്രശ്നമല്ല. സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയായ മനോഹരനായ ഒരു വ്യക്തിയാണ്. എല്ലാ ദിവസവും എന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കാറുണ്ട്. നിനക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥ സ്നേഹമാണിത്. അയാൾ വിസ്മയത്തോടെ ചോദിച്ചു, താങ്കൾ ഇതെങ്ങനെ അറിയുന്നു? പിതാവും പുത്രനും ഒന്നാണ്. പിതാവ് അറിയുന്നത് പുത്രനും അറിയുന്നു. പിതാവിനുള്ള പ്രാർത്ഥന പുത്രനോടുള്ളതാണ്. അയാൾ ആകെ ആശയക്കുഴപ്പമില്ലായി. അതിനാൽ ഞാൻ അയാളുടെ ചുറ്റിലും കൈവച്ചു. എന്നാൽ അയാൾ പിറകോട്ട് കുതിരി മാറുവാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് എന്റെ രോഗം പകരും. ദയവായി എന്നെ തുടരരുത്. ഞാൻ മൂലം മറ്റൊരാൾ സഹിക്കേണ്ടി വരുന്നത് എനിക്ക് താങ്ങാനാവാത്ത ദുഃഖമാണ്. സംസാരിക്കുമ്പോൾ അയാളുടെ ശബ്ദം വിറച്ചിരുന്നു. എന്റെ പിതാവ് താങ്കളുടെ പ്രാർത്ഥന കേൾക്കുകയും താങ്കളെ സുഖപ്പെടുത്തേണ്ടതിന് പുത്രനെ അയക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാളെ ചുംബിക്കുവാനായി മുന്നോട്ടാകാം. നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന യഥാർത്ഥ ദൈവസ്നേഹത്താൽ സുഖമുള്ളവനായി തീരുക. ഗുരു യാക്കോബ് ഉറക്കെ വിളിച്ചു പോയി. അയാളുടെ മുഖം മറ്റുള്ളവരും ബഹളം വയ്ക്കുവാൻ തുടങ്ങി. അയാളുടെ വ്രണങ്ങളെല്ലാം പോയി. നോക്കൂ, അയാൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ആ മനുഷ്യൻ തന്റെ മുഖത്ത് തൊട്ട് നോക്കി. പിന്നെ സ്വന്തം കൈകളിലേക്ക് നോക്കി. അയാളുടെ കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. എല്ലാം പോയി. അയാൾ നിലവിളിച്ചു. പിന്നെ ഉടുപ്പ് വലിച്ചു കീറിക്കൊണ്ട് അയാൾ സ്വന്തം ശരീരം നോക്കി. എല്ലാം വെടിപ്പായി. എല്ലാ വിധത്തിലും പൂർണ്ണമായി സുഖം പ്രാപിച്ചിരിക്കുന്നു. വിതുപ്പിക്കൊണ്ട് അയാൾ നന്ദി ഗുരു, നന്ദി. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന് അവിടുത്തെ കരുണയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നന്ദി, അങ്ങേക്ക് നന്ദി. ഞാൻ അയാളെ കൈവച്ചു. ദൈവം തന്റെ മക്കളെ പരിപാലിക്കും. അവിടുന്നുള്ള വിശ്വാസം നിങ്ങളെ ദൈവത്തിന്റെ യഥാർത്ഥ മക്കളാക്കി തീർക്കും. നമുക്ക് മുട്ടിന്മേലുകൊണ്ട് നന്ദി സൂചകമായി പിതാവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം തന്റെ കൂടെ ഭക്ഷിക്കുന്നതിനായി അയാൾ ഞങ്ങളെ ക്ഷണിച്ചു. അയാൾ വിളമ്പിയ വിശിഷ്ടമായ ഭക്ഷണം കഴിച്ച് എന്റെ ശിഷ്യന്മാർ വയറ് നിറയ്ക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. ഈ ഭക്ഷണം ഇത്ര രുചികരമാകുന്നതിന് ഇതിൽ എന്താണ് ചേർത്തത്? ബർത്തലോമിയെ ചോദിച്ചു. അല്പം പക്ഷിയിറച്ചി, പിന്നെ തടാകത്തിൽ നിന്നുള്ളതാണ്. അയാൾ മറുപടി പറഞ്ഞു. ഓ, എന്നാൽ ഇതിന് ഗംഭീര സ്വാദായി. മറ്റെന്തെങ്കിലും കൂടി ചേർത്തതാണ്. സംശയം മാറാതെ ബർത്തലോമിയെ വീണ്ടും പറഞ്ഞു. ഈ രാത്രിയിൽ നിങ്ങൾ ദർശിച്ച ദൈവകാര്യത്തിന്റെ ആനന്ദമാണ് സത്യയെ കൂടുതൽ സ്വാദിഷ്ടമാക്കിയത്. ഞാൻ ഇടയ്ക്ക് പേര് പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം പ്രകടമായി കാണുമ്പോഴും അതിന്റെ സ്പർശം അനുഭവിക്കുമ്പോഴും എല്ലാം രുചികരമാണ്. രാത്രി ഏറെ വൈകി ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. കുഷ്ഠരോഗിയായ അമ്മച്ചിന് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. ദൈവാരോഗ്യാലും ദൈവസ്നേഹത്താലും നിറഞ്ഞവനായി അയാൾ ഉണർന്നിരുന്നു. ഒടുവിൽ ഞാൻ അയാളുടെ മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ശ്രമിക്കും. എന്നാൽ നാളെ ഒരു ജീവിതം മുഴുവനായി പൂർണ്ണമായും ദൈവത്തിങ്കൽ അർപ്പിതമായ ഒരു ജീവിതം. അയാൾ സന്തോഷത്തോടെ സമാധാനത്തിൽ ഉറങ്ങി. യാക്കോബ് മെല്ലെ നിരങ്ങി നീങ്ങിക്കൊണ്ട് എന്റെ അരികിലെത്തിയിട്ട് പറഞ്ഞു, ഗുരു, ഇപ്പോൾ നമ്മൾ മുൻപോട്ട് പോകുന്നതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. പിന്നെ എന്റെ ചുമലിൽ തലവെച്ച് അവൻ ഉറങ്ങി.